നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല സ്ഥലം അല്ലേ പ്രീതി? അതെ. ഇത് നമ്മള് പഞ്ചകൈലാസത്തിൽ പോയപ്പോ കണ്ട സ്ഥലം പോലെ ഇല്ലേ? സൂയിസൈഡ് പോയിന്റ് പോലെ. അപ്പൊ ഞാൻ സംശയിച്ചെല്ലാം ശരിയായി. ആ വൃക്ഷത്തെ സ്ഥാപിച്ചിരുന്ന യന്ത്രങ്ങളെ കണ്ടപ്പോ മുതല് എനിക്ക് ഓരോ സംഭവങ്ങളായിട്ട് ഓർമ്മ വരിക. ക്ഷേത്രത്തിൽ യന്ത്രം സ്ഥാപിച്ച ശേഷം നമ്മൾ നേരെ പോയത് റൂം ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്കാ. പൗർണമി ദിവസം രാത്രി യന്ത്രം ശിവസന്നിധിയിൽ ഉണ്ടാകണമെന്നാണ് സിദ്ധം പറഞ്ഞത്. അതനുസരിച്ച് ആ രാത്രി നമ്മൾ പഞ്ചകൈലാസത്തിൽ താമസിച്ചു. പിറ്റേന്നാണ് മൃത്യുഞ്ജയ പൂജ, ശരിയല്ലേ? അതെ പ്രീതി. ഈശ്വര, ഇവക്ക് അക്കാര്യങ്ങളൊക്കെ എന്നേക്കാ നല്ല ഓർമ്മയാണല്ലോ. എവിടെങ്ങാനും സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ പോയി ചാടുകയാവും നല്ലത്. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതിലും ഭേദമല്ലേ? റിസോർട്ടിൽ വെച്ച് സുസ്മിത രോഹിത്തിനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറി. അത്രയും സ്നേഹത്തില് അവര് പെരുമാറി കണ്ടിട്ടില്ല നമ്മള്. അന്ന് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കി നമ്മള് ഒരുമിച്ചിരുന്ന് പാട്ട് പാടി. ഇനിയും ഉണ്ടൊരു ജന്മം എന്ന പാട്ടാ ഞാൻ പാടിയത്. രോഹിത്ത് മരണമെത്തുന്ന നേരത്തും. മരണത്തെയും പുനർജന്മത്തെയും പറ്റിയുള്ള പാട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുട്ടൻ ഇടയ്ക്ക് കയറി. എല്ലാവരും ഒരു കരച്ചിലിന്റെ മൂഡിലായിരുന്നു ഇപ്പോ. സുസ്മിത കരഞ്ഞപ്പോ രോഹിത് ആശ്വസിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുട്ടൻ ഒരു പാട്ട് പാടി. അപ്പോഴേക്കും എല്ലാവരും ഉഷാറായി. ഏത് പാട്ടായിരുന്നു അത്? കാറ്റാടി തണലും. അതല്ലേ. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം മൃത്യുഞ്ജയ പൂജ നിശ്ചയിച്ചിരുന്നത്. സമയം ധാരാളം ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. എന്തോ കാര്യം കൊണ്ട് ഭയന്നിരുന്നു ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.